വണ്ടർഫുൾ വണ്ടർഫുൾ. ഏ ഈ സാധനം ഇതല്ലേ ഞങ്ങൾക്ക് മുതലയുടെ വായിൽ നിന്ന്? അതേ മൗഗ്ലി, കുട്ടൂസനാണിത് പാമ്പാക്കി മാറ്റിയത്. ഇത് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ തളർന്നു വീണുപോയി. ഉണർന്നപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടു. അത് ലുട്ടാപ്പിയാണ് എടുത്തത്. നിങ്ങൾക്ക് പോകാം, ഇനി ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. പോയിക്കോളാമേ. ഈ മൊട്ട തലയനെ കൊണ്ട് തോറ്റു. ഞങ്ങളും പോയിക്കോട്ടെ, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ. ശരി മൗഗ്ലി, വളരെ നന്ദി. താങ്ക് യു. എന്നാൽ ഞാനും യാത്ര പറയുന്നു. മൗഗ്ലി പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ. ഇല്ല, അത്തരത്തിലുള്ള പല ശവകുടീരങ്ങളെയും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പലതും വളരെ മുമ്പ് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഈജിപ്തിന്റെ സുവർണകാലത്ത് എല്ലാ ഫറോഫന്മാരും ഇത്തരം സമ്പന്നത്തോടെയാണ് അടക്കം ചെയ്യപ്പെട്ടത്. പല ഫറോഫന്മാരുടെയും അന്ത്യനിദ്ര ശാന്തമായിരിക്കും. എന്നാൽ ചിലർ മാത്രം ശവകുടീരം തുറക്കുന്നവരെ വേട്ടയാടും. രാജചിഹ്നങ്ങൾ കൈവശം വയ്ക്കുന്നവരെ ഫറോവോ പിന്തുടരും. തുത്തൻഖാമൻ എന്ന ഫറോവയുടെ കഥയാണ് പ്രശസ്തം. 9-ാം വയസ്സിൽ രാജാവായ തുത്തൻഖാമൻ 19-ാം വയസ്സിൽ എങ്ങനെയോ മരണമടഞ്ഞു. 1922-ലാണ് തുത്തൻഖാമന്റെ ശവകുടീരം കണ്ടെടുക്കപ്പെട്ടത്. ശവക്കല്ലറ തുറന്നതോടെ ഫറവോ ഉറക്കമുണർന്നു. തന്റെ കല്ലറ തുറന്നവരെ തുത്തൻഖാമൻ പിന്തുടർന്ന് വേട്ടയാടി. ആ ഗവേഷണത്തിന് പണം നൽകിയിരുന്ന കോർണർവോൺ പ്രഭു മരണമടഞ്ഞു. ഗവേഷണ സംഘത്തിലെ മറ്റു പലരെയും മരണവും ദുരന്തങ്ങളും പിന്തുടർന്നു. ഇതും അത്തരമൊരു ഫറോവോയുടെ രാജചിഹ്നമായിരിക്കണം. വേട്ട തുടരുന്ന ഏതോ ഫറോവോയുടെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നോക്കൂ. മുതല ചത്തുപോയി, മൗഗ്ലിയും ബഗീരയും വീണു, ആ കടുവയ്ക്കും അപകടമുണ്ടായി. എന്തുകൊണ്ടോ നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടു നിൽക്കുന്നു. ഓർക്കണം, മറ്റുള്ളവരല്ല നമ്മൾ. ഇടിമിന്നൽ, അതും തെളിഞ്ഞ മാനത്ത്. അതെ, ഒരുപക്ഷെ ഫറോവോ നമ്മളെ നോട്ടമിടുന്നതാവാം. അതെ. ഓ, ഈ രാജമുദ്ര സുരക്ഷിതമായ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ മതി. മതി. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിലൊരു ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. നടുവിലെ ഒരു രത്നം. ചില മണിക്കൂറുകൾക്ക് മുമ്പ് ആ രത്നം ഇതിലുണ്ടായിരുന്നു എന്ന് ഈ വിടവ് നോക്കിയാൽ മനസ്സിലാവും. അതായത് കാണാതായ രത്നം ഇവിടെ എവിടെയോ ഉണ്ട്. നമുക്ക് ആ രത്നം കണ്ടെത്തേണ്ടി വരും. പക്ഷെ എങ്ങനെ?